നമ്മുടെ ജീവിതം പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ മറന്ന് പ്രവർത്തിക്കരുത്. നമുക്ക് ആരുമില്ല എന്ന തോന്നൽ വേണ്ട. അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അവനോളം നമ്മെ അറിയുന്നവനായി വേറെ ആരുമില്ല. റബ്ബ് നമ്മെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. ആ റബ്ബ് മാത്രമേ നിസ്വാർത്ഥമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. ആര് തന്നെ നമ്മെ കൈവിട്ടാലും ആ റബ്ബ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. മനുഷ്യർ നമ്മോട് അടുപ്പവും സ്നേഹവും കാണിക്കുന്നത് അവർക്ക് നമ്മളിൽ നിന്നും വല്ലതും നേടിയെടുക്കാനുണ്ടാകുമ്പോഴാണ്. എന്നാൽ ആ ആവശ്യം കഴിഞ്ഞാൽ അവർ നമ്മെ കൈവെടിയും. പക്ഷേ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ രക്ഷിതാവ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മോടൊപ്പമുണ്ടാവും. എന്നാൽ അള്ളാഹു നമ്മെ പരീക്ഷിക്കും, പക്ഷേ ഒരിക്കലും കൈവെടിയുകയില്ല. എന്നേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ റബ്ബ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. എന്നാൽ നമുക്ക് കിട്ടിയ പല അനുഗ്രഹങ്ങളും അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹ്. പരീക്ഷണങ്ങൾ റബ്ബിൻ്റെ സ്നേഹമാണ്. ഇന്നലെയും ഇന്നും അത് നമ്മൾക്ക് ദുഃഖമായി തന്നെങ്കിൽ തീർച്ചയായും അത് നമുക്ക് നാളെ പുഞ്ചിരിയായും നാഥൻ നമുക്ക് തിരിച്ചു നൽകും ഇൻഷാ അള്ളാഹ്. എന്നാൽ നമ്മൾ അനുഗ്രഹങ്ങൾ ആസ്വദിക്കും. എന്നാൽ സങ്കടങ്ങളിൽ പരാതിപ്പെട്ട് കരയും. എന്നാൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെയും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നല്ല മനസ്സാണ് നമ്മൾക്ക് വേണ്ടത്. ജീവിതത്തിൽ വേദനകളുണ്ട്, സങ്കടപ്പെടുത്തുന്ന അവസ്ഥകളുമുണ്ട്. എന്നാൽ പരിഭവങ്ങളില്ലാതെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ദൈവവിശ്വാസം കൊണ്ട് ആത്മവിശ്വാസത്തിൻ്റെ കരുത്തു നേടുവാനുള്ള കെൽപ്പ് വേണം. പ്രിയമകനെ നഷ്ടമായപ്പോൾ പിതാവ് പറഞ്ഞ ധീരവചനം ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഭംഗിയായി ക്ഷമിക്കാം. സഹായിക്കാൻ എൻ്റെ റബ്ബ് കൂടെ ഉണ്ടല്ലോ എന്ന ആത്മവിശ്വാസം നമുക്ക് വേണം. പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ തയ്യാറായപ്പോൾ നഷ്ടമായതെല്ലാം പിതാവിന് തിരികെ കിട്ടി. എന്നാൽ ആ റബ്ബ് നമുക്കും നൽകും. ഇത്രയും സഹിക്കുവാനും എത്രയും കാത്തിരിക്കാനും നമുക്ക് കഴിയുമോ? എന്നാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമുക്കും സംഭവിക്കും. ആയുസ്സിലെ ഏറ്റവും വലിയ ആനന്ദം ഒരു സ്ത്രീ അനുഭവിക്കുന്നത് അപ്പോഴാണ്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന സഹിച്ചപ്പോഴല്ലേ. വാശിയും സ്നേഹവും അത്രയും പ്രിയപ്പെട്ടവരോട് മാത്രമേ നമ്മൾ അത് കാണിക്കാറുള്ളൂ. അതുപോലെയാണ് പടച്ചവൻ. അവന് പ്രിയപ്പെട്ടവർക്ക് മാത്രമേ അവൻ പരീക്ഷണങ്ങൾ നൽകുകയുള്ളൂ. ഒരിക്കലും ഒരാളുടെ ഉയർച്ചയിൽ നമ്മൾ അഹങ്കരിക്കരുത്. നമ്മുടെ താഴ്ചയിൽ നമ്മൾ തളർന്നു പോകുകയും ചെയ്യരുത്. ഉയർച്ചയും താഴ്ചയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു അവസ്ഥയും നമ്മിൽ സ്ഥിരമല്ല. എല്ലാം നമ്മൾ ക്ഷമയോടെ നേരിടുക. നമ്മുടെ കുടുംബങ്ങൾ നമ്മോട് എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ദേഷ്യവും അസ്വസ്ഥതയുമാണ് ഉണ്ടാവുന്നത് അല്ലേ. എന്നാൽ മനുഷ്യ സമുദായം ചെയ്തു കൂട്ടുന്ന പാപങ്ങളും അക്രമങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ ഭൂമുഖത്ത് ഒരു ജീവി പോലും ഇല്ലാതാകാത്ത വണ്ണം എല്ലാവരെയും അള്ളാഹു നശിപ്പിക്കുന്നതാണ്. അത്രയും കടുത്തതും വമ്പിച്ചതുമാണ് അതെല്ലാം. പക്ഷേ അള്ളാഹു ക്ഷമാശീലനാണ്, കാരുണ്യവാനാണ്. അവൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകവും എല്ലാവർക്കും പൊതുവായും ഒരു അവധി നിർണയിച്ചിട്ടുണ്ട്. അതുവരെ റബ്ബ് ഒഴിവാക്കി വിട്ടിരിക്കുകയാണ്. ആ അവധി വന്നാൽ ഓരോരുത്തരിലും എടുക്കേണ്ട നടപടി എന്താണ് എന്ന് ആ റബ്ബിന് നല്ലപോലെ അറിയാം. അവൻ ആ നടപടി എടുക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവൻ്റെ സദ്വൃത്തരായ അടിയന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾക്ക് ഈ മോട്ടിവേഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്തൊരു ടിപ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും